Welcome to CBSE Classroom. This is me, Irfana. നമ്മൾ ഇന്ന് CBSE 9th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഫിസിക്സ് ക്ലാസ് ആണ് ചെയ്യുന്നത്. ചാപ്റ്റർ 9 ഫോഴ്സ് ആൻഡ് ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ പാർട്ട് 2. പാർട്ട് 1 ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. പാർട്ട് 1 കേട്ടിട്ട് അത് കൺസെപ്റ്റുകൾ അതിലുള്ളതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം പാർട്ട് 2 കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിൻ്റെ ബേസിക് കൺസെപ്റ്റ്സ് ആണ് നമ്മൾ പാർട്ട് 1 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫോഴ്സ് ആൻഡ് ലോസ് ഓഫ് മോഷൻ്റെ പാർട്ട് 2 ആണ് നിങ്ങളുടെ ഫിസിക്സിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇത് ഇനി അങ്ങോട്ട് നിങ്ങൾ 10th +1 +2 ഒക്കെ പഠിക്കുന്ന പല ടോപ്പിക്സിനും ബേസാണ് ഈ ലോസ് ഓഫ് മോഷനും ഫോഴ്സൊക്കെ. അപ്പോൾ നല്ല നീറ്റായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം, നിങ്ങളത് ക്യാപ്ചർ ചെയ്യാം. അപ്പോൾ നമുക്ക് ലെസൺ സ്റ്റാർട്ട് ചെയ്താലോ? ലെസൺ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അതുപോലെ പറയുകയാണ്, നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം വിസിറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ താഴെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്ത് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണാം, അതുകൂടി പ്രസ് ചെയ്തേക്കുക. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ കമൻസ് എല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഓക്കെ, നമുക്കപ്പോൾ ലെസൺ സ്റ്റാർട്ട് ചെയ്താലോ? ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. നമുക്ക് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ പഠിക്കാം, അതായത് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. വെരി ഇമ്പോർട്ടൻറ്റ്. ഏത് ഒക്കത്തിൽ ചോദിച്ചാലും നമുക്ക് പറയാൻ കഴിയണം. ഫസ്റ്റ് ലോ ഓഫ് മോഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറയുന്നത്? An object remains in its state of rest or of uniform motion in a straight line unless it is compelled by an external force. സാധാരണ നമ്മൾ പറയും, ടോപ്പിക്കുകളൊക്കെ പഠിക്കുമ്പോൾ മനസ്സിലാക്കിയിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് നമ്മുടെ വേർഡ്സിൽ എഴുതിയാൽ മതി. ടെക്സ്റ്റിൽ എഴുതിയ പോലെ തന്നെ, അല്ലെങ്കിൽ ക്ലാസ് എടുക്കുമ്പോൾ ഞാനിവിടെ ബോർഡിൽ തന്ന സെൻറ്റൻസ് തന്നെ എഴുതണമെന്ന് ഒരു നിർബന്ധവുമില്ല. കാര്യം മനസ്സിലാക്കിയിട്ട് അതേ അർത്ഥം വരുന്ന രീതിയിൽ നിങ്ങളുടേതായ സെൻറ്റൻസിൽ എഴുതുന്നുണ്ട്, നോ പ്രോബ്ലം, അവിടെ പോയിന്റ് വന്നാൽ മതി. പക്ഷേ ലോസ് പറയുമ്പോൾ അങ്ങനെയല്ല, അതേ സെൻറ്റൻസ് അതുപോലെ തന്നെ വേണം. ഗ്രാമർ മിസ്റ്റേക്കും വരാൻ പാടില്ല. ഒന്നും ഒരു വേർഡ്സും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യണം. ആ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെ തന്നെ എഴുതണം, എങ്കിലേ അവിടെ മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ എന്താ പറയുന്നത്? ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലാണെങ്കിൽ റെസ്റ്റിൽ തന്നെ ഇരിക്കും. ഒരു ഒബ്ജക്റ്റ് യൂണിഫോം മോഷനിലാണെങ്കിൽ യൂണിഫോം മോഷനിൽ തന്നെ പൊയ്ക്കൊണ്ടിരിക്കും. എപ്പോൾ വരെ? ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അതിൽ അപ്ലൈ ചെയ്യുന്ന വരെ. ഓക്കെ, ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലാണെങ്കിൽ റെസ്റ്റിൽ തന്നെ ഇരിക്കും. നമ്മളത് തട്ടിയാലേ പിന്നെ റെസ്റ്റിൽ നിന്നൊന്ന് മൂവ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് യൂണിഫോം മോഷനിലാണെങ്കിൽ യൂണിഫോം മോഷനിൽ തന്നെ പൊയ്ക്കൊണ്ടിരിക്കും. എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അതിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആ യൂണിഫോം മോഷന് മാറ്റം വരുന്നത്. അതായത് ഏതൊരു ഒബ്ജക്റ്റും ഏത് സ്റ്റേറ്റിലാണോ ആ സ്റ്റേറ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. എപ്പോൾ വരെ? അൺലെസ് ഇറ്റ് ഇസ് കമ്പൽഡ് ബൈ ആൻ എക്സ്റ്റേണൽ ഫോഴ്സ്. ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന വരെ ഏത് ഒബ്ജക്റ്റും അതിൻ്റെ സ്റ്റേറ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. അതാണ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ പറയുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ തന്നെ പഠിക്കണം. ആൻ ഒബ്ജക്റ്റ് കണ്ടിന്യൂ ഇൻ എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ അൺലെസ് ഇറ്റ് ഇസ് കമ്പൽഡ് ബൈ ആൻ എക്സ്റ്റേണൽ ഫോഴ്സ്. ഓക്കെ, ഈ ഒരു ലോ കാണാതെ പഠിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അർത്ഥം മനസ്സിലാക്കാതെ ഈ ഒരു സെൻറ്റൻസ് ബൈഹാർട്ടാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ കിട്ടില്ല. കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ സെൻറ്റൻസ് എളുപ്പമല്ലേ? ഏത് ഒബ്ജക്റ്റും റെസ്റ്റിലാണെങ്കിൽ റെസ്റ്റിൽ തുടരും, യൂണിഫോം മോഷനിലാണെങ്കിൽ യൂണിഫോം മോഷനിൽ തുടരും. ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മൾ അതിൽ അപ്ലൈ ചെയ്യുന്ന വരെ. ഓക്കെ, അർത്ഥം മനസ്സിലായില്ലേ? ഇനി ഇത് ഈ ഒരു സെൻറ്റൻസ് ബൈഹാർട്ട് അടിക്കേണ്ട, അർത്ഥം മനസ്സിലാക്കി ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. പലതവണ പറഞ്ഞാൽ മതി, റിപ്പീറ്റ് ചെയ്ത് പറയുക, അല്ലെങ്കിൽ എഴുതുക. കാരണം എക്സാമിന് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. 9th മാത്രമല്ല, ഇനി അങ്ങോട്ട് നിങ്ങൾ ലോസ് ഓഫ് മോഷൻ ഒരുപാട് പഠിക്കും. അവിടെ എല്ലാം നിങ്ങൾക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് അറിഞ്ഞിരിക്കണം. ഓക്കെ, തറവാൻ വേണ്ടിയിട്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞല്ലോ, ഏത് ഒബ്ജക്റ്റും എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന വരെ ആ ഒരു സ്റ്റേറ്റിൽ തന്നെ, അത് ഏത് സ്റ്റേറ്റിലാണോ പ്രസൻ്റ്ലി, അത് ഏത് സ്റ്റേറ്റിലാണോ അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. എല്ലാ ഒബ്ജക്ട്സിനും ആ ഒരു ടെൻഡൻസി ഉണ്ട്. അതായത് പ്രസൻറ്റ് സ്റ്റേറ്റ് ഏതാണോ ആ സ്റ്റേറ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് എല്ലാ ഒബ്ജക്ട്സിനും ഇഷ്ടം. പെട്ടെന്ന് സ്റ്റേറ്റ് മാറാൻ ഒരു ഒബ്ജക്റ്റിനും ഇഷ്ടമല്ല. അതായത് എല്ലാ ഒബ്ജക്ട്സും, എല്ലാ ബോഡിയും അവർ ഇപ്പം ഏത് സ്റ്റേറ്റിലാണോ അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. നമ്മളൊന്ന് സ്റ്റേറ്റ് മാറ്റാൻ നോക്കിക്കഴിഞ്ഞാൽ അവരൊന്ന് റെസിസ്റ്റ് ചെയ്യും. ആ ഒരു റെസിസ്റ്റൻസിനെയാണ് ഇനേർഷ്യ എന്ന് പറയുക. അതായത് റെസ്റ്റിലുള്ള ഒരു ഒബ്ജക്റ്റിന് റെസ്റ്റിൽ തന്നെ ഇരിക്കാനാണ് ഇഷ്ടം. നമ്മൾ അതിന് ഫോഴ്സ് അപ്ലൈ ചെയ്ത് മൂവ് ചെയ്യിക്കാനായിട്ട് നോക്കുമ്പോൾ മൂവ് ചെയ്യാതിരിക്കാൻ, അതായത് റെസ്റ്റിൽ തന്നെ തുടരാൻ ആ ഒബ്ജക്റ്റ് ഒന്ന് ശ്രമിക്കും. അതായത് സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്നതിനെ അതൊന്ന് റെസിസ്റ്റ് ചെയ്യും.
ഇനി അതുപോലെ തന്നെ യൂണിഫോം മോഷനിൽ പൊക്കോണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ സ്പീഡ് വെലോസിറ്റി കൂട്ടാനോ കുറക്കാനോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനെ റെസ്റ്റിലേക്ക് കൊണ്ടുവരാൻ നോക്കിയാൽ അത് അതിനെ ഒന്ന് റെസിസ്റ്റ് ചെയ്യാൻ നോക്കും. കാരണം യൂണിഫോം മോഷനിൽ തന്നെ പോയിക്കൊണ്ടിരിക്കാൻ ആ ഒബ്ജക്റ്റിന് ഒരു ടെൻഡൻസി ഉണ്ടാവും. അതിൽ നിന്ന് പെട്ടെന്ന് മാറ്റം വരാൻ ആ ഒരു ഒബ്ജക്റ്റിന് ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ ഇപ്പോൾ ഉള്ള സ്റ്റേറ്റ് ഏതാണോ അതിൽ തന്നെ തുടരാനുള്ള ടെൻഡൻസി. സ്റ്റേറ്റ് മാറാതിരിക്കാൻ, അതായത് സ്റ്റേറ്റ് മാറ്റാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അതിനൊന്ന് റെസിസ്റ്റ് ചെയ്യാം. ഒരു ഒബ്ജക്റ്റിൻ്റെ ഈ ഒരു റെസിസ്റ്റിംഗ് ടെൻഡൻസിനെയാണ് ഇനേർഷ്യ എന്ന് പറയുക. ഫസ്റ്റ് ലോ പറയുന്നത് ഇത് തന്നെയല്ലേ. അപ്പം അതുകൊണ്ട് ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് ഇനേർഷ്യനെ ബേസ് ചെയ്താണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ നമുക്ക് എന്തെന്നും കൂടി പറയാം, ലോ ഓഫ് ഇനേർഷ്യ എന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് MCQ ക്വസ്റ്റ്യനിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ലോ ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ആണോ, സെക്കൻഡ് ലോ ആണോ, തേർഡ് ലോ ആണോ ഒക്കെ ഓപ്ഷനിൽ ഉണ്ടാവും. അപ്പോൾ ലോ ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ഏത് ലോനെയാണ്? ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ആണ് ലോ ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ചോദിച്ചാൽ ഫസ്റ്റ് ലോ മാത്രം പറഞ്ഞാൽ പോരാ, ഒപ്പം ഇനേർഷ്യ എന്താണെന്ന് പറഞ്ഞിട്ട് ദിസ് ലോ ഈസ് ഓൾസോ നോൺ ആസ് ലോ ഓഫ് ഇനേർഷ്യ എന്ന് എടുത്ത് പറയണം. ഓക്കെ, ഇനി നമുക്ക് ഇനേർഷ്യക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഈ ഒരു പോർഷനിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഒന്ന് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എന്ന് പറഞ്ഞ് ചോദിക്കാം, അല്ലെങ്കിൽ ലോ ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞ് ചോദിക്കാം. രണ്ട് ചോദിച്ചാലും സെയിം ആണ് പറയണ്ടേ. അല്ലെങ്കിൽ ഇനേർഷ്യ എന്ന് പറയുന്ന ടേം എന്താണെന്ന് മാത്രം ചോദിക്കുക. അപ്പോൾ ഏത് ഒബ്ജക്ട്സിനും ഒരു റെസിസ്റ്റിംഗ് ടെൻഡൻസി ഉണ്ടാവും അവരുടെ പ്രസന്റ് സ്റ്റേറ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ. അതാണ് ഇനേർഷ്യ എന്ന് പറയാം. പിന്നെ ജസ്റ്റ് 1 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ ഡെഫിനിഷൻ മതി. 2 മാർക്ക് ആണെങ്കിൽ ജസ്റ്റ് ഒരു ചെറിയ എക്സാമ്പിൾ സ്പെസിഫൈ ചെയ്യാം. അധികം മാർക്കിനും വരാം. ഓക്കെ, 3 മാർക്ക് ക്വസ്റ്റ്യനും 5 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് വരാം. 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ 2 എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞിട്ട് ഇനേർഷ്യ എന്താന്ന് പറയാ, ലോ ഓഫ് ഇനേർഷ്യ എന്താന്ന് പറയാ. ഇനേർഷ്യക്ക് 2 എക്സാമ്പിൾസ് പറഞ്ഞാൽ 2 എക്സാമ്പിൾസും ഡീറ്റെയിൽ ആയിട്ട് എഴുതുക വേണം. നമ്മൾ എവറിഡേ ലൈഫിൽ കാണുന്നതാണ്. ഈസി ആയിട്ട് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ കാറിൽ ട്രാവൽ ചെയ്യുമ്പോഴുണ്ടല്ലോ, നല്ല സ്പീഡിൽ, ഒരു അത്യാവശ്യം ആവറേജ് സ്പീഡിൽ അല്ലെങ്കിൽ എബവ് ആവറേജ് സ്പീഡിൽ നമ്മൾ കാറിൽ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, കാർ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ട് എന്ത് പറ്റും? നമ്മൾ ഫ്രണ്ടിലേക്ക് പോയി ആനിടിക്കും അല്ലേ? സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ പെട്ടെന്ന് നല്ല ഹൈ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്നത് എന്താ പറയുക, ഒട്ടും പതുക്കെ സ്ലോ ആക്കിക്കൊണ്ടൊന്ന് ബ്രേക്ക് ചെയ്യുന്നതല്ല, നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കും. ഒറ്റയടിക്ക് സഡൻ ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റും? നമ്മൾ മുന്നിലേക്ക് വന്ന് ഒറ്റയടി ഇടിക്കും അല്ലേ? നമുക്ക് പലപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവാം. ആക്സിഡൻറ്റ് അല്ലെങ്കിൽ പോലും ചെറിയ രീതിയിൽ നമ്മൾ മുന്നിലോട്ട് വന്ന് തട്ടും. ഏറ്റവും ഫ്രണ്ടിലിരിക്കുന്ന ആളുകൾക്കാണ് കൂടുതൽ അപകടം അല്ലേ? എന്ത് പറ്റും? ആ കാറിൻ്റെ ഫ്രണ്ടിലുള്ള പാനലിൽ വന്നിട്ട് കൊളീഷൻ നടക്കും. കൊളീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടിയിടിക്കും. നമ്മൾ കാറിൻ്റെ ഫ്രണ്ട് പാനലിൽ വന്ന് കൂട്ടിയിടിക്കും. അതെന്താ സംഭവം? നമ്മൾ കാറിൽ ട്രാവൽ ചെയ്യുമ്പോൾ കാറിൻ്റെ ഒപ്പം കാറിൻ്റെ ഉള്ളിലിരിക്കുന്ന നമ്മുടെ ബോഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാറ് സഡൻ ബ്രേക്ക് ഇടുമ്പോൾ കാറ് നിൽക്കും, പക്ഷെ നമ്മുടെ ബോഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. പെട്ടെന്ന് നിൽക്കാൻ നമ്മുടെ ബോഡിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അതായത് ബോഡി ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയല്ലായിരുന്നു. കാറ് നിർത്തിയെങ്കിലും നമ്മുടെ ബോഡിക്ക് ഇനേർഷ്യ കാരണം എന്താ, ഈ ഫ്രണ്ടിലോട്ട് തന്നെ മൂവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ആ ടെൻഡൻസി കാരണം പെട്ടെന്ന് മോഷൻ സ്റ്റോപ്പ് ചെയ്യാൻ നമ്മുടെ ബോഡി റെസിസ്റ്റ് ചെയ്യും, ഇനേർഷ്യ കാരണം. അതുകൊണ്ട് കാറ് നിന്നാലും നമ്മുടെ ബോഡി നിൽക്കാതെ ഫ്രണ്ടിലോട്ട് ആഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മുടെ ബോഡി ഫ്രണ്ടിൽ ചെന്ന് കൂട്ടിയിടിക്കുന്നതും അവിടെ ആക്സിഡൻറ്റ് ഉണ്ടാകുന്നതും. ഓക്കെ, ഞാനത് ഷോർട്ട് വേർഡ്സ് ആയിട്ട് എഴുതിയതാണ്. കാറിൽ ട്രാവൽ ചെയ്യുമ്പോൾ സഡൻ ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇഞ്ചുറി വരും. കാരണം നമ്മളെ ബോഡി ഫ്രണ്ടിലേക്കായും കാറിൻ്റെ ഫ്രണ്ട് പാനലിൽ ചെന്ന് ഇടിക്കും. അങ്ങനെ ഇടിക്കാനുള്ള കാരണം നമ്മളുടെ ബോഡിയുടെ ഇനേർഷ്യ കാരണമാണ് അത് ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ട്രാവൽ ചെയ്യുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇടണമെന്ന് പറയുന്നത് അല്ലേ? നമ്മളിൽ പലരും എന്താ, വഴിയിൽ പോലീസ് ചെക്കിംഗ് ഉണ്ടെങ്കിൽ പോലീസുകാരെ കാണുമ്പോൾ മാത്രം സീറ്റ് ബെൽറ്റ് വലിച്ചിടുന്നവരാണ്. അങ്ങനെയല്ല, അവർക്ക് വേണ്ടിയിട്ടല്ല സേഫ്റ്റി ബെൽറ്റ് ഇടണമെന്ന് പറയുന്നത്, നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. ഈ ഇനേർഷ്യ കാരണമാണ്. ഓക്കെ, ഇനിയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ വീട്ടിൽ മുതിർന്നവർ സേഫ്റ്റി ബെൽറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെയൊരു ഫാക്റ്റ് ഉണ്ട്, ഫിസിക്സിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു ഫാക്ട് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സീറ്റ് ബെൽറ്റ് ഇടണമെന്ന് പറയുന്നത്. അതർവൈസ് ഇറ്റ് മേ കോസ് ഇഞ്ചുറി. ഓക്കെ, ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വരാവുന്ന അനദർ ക്വസ്റ്റ്യൻസ് ആണ് സേഫ്റ്റി ബെൽറ്റ്സ് ആർ യൂസ്ഡ് വൈ അല്ലേ? നമ്മൾ സേഫ്റ്റി ബെൽറ്റ്സ് യൂസ് ചെയ്യണം എന്ന് ഇൻസ്ട്രക്ഷൻ ഉണ്ട്. എന്തുകൊണ്ടാണ് സേഫ്റ്റി ബെൽറ്റ്സ് യൂസ് ചെയ്യണം എന്ന് പറയുന്നത്? കാരണം ഈ ഒരു റീസൺ ആണ്. സഡൻ ബ്രേക്ക് ഇടുമ്പോൾ
എന്താ നമ്മുടെ ബോഡിയുടെ ഇനേർഷ്യ കാരണം ഫ്രണ്ടിൽ വന്ന് തട്ടും, കാറിന്റെ ഫ്രണ്ട് പാനലിൽ ഇടിക്കും, ഇഞ്ചുറി ഉണ്ടാവും. അത് തടയാൻ വേണ്ടിയിട്ടാണ് സേഫ്റ്റി ബെൽറ്റ്സ് ഇട്ടെന്ന് പറയുന്നത്. ഈ സേഫ്റ്റി ബെൽറ്റ്സ് ഇടുമ്പോൾ എന്തുകൊണ്ടാണ് അത് ആക്സിഡന്റ് തടയുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന ഇഞ്ചുറി ഒരു പരിധി വരെ തടയുന്നത് എന്തുകൊണ്ടാണ്? സേഫ്റ്റി ബെൽറ്റ്സ് ഇങ്ങനെ ടൈറ്റ് ചെയ്തിടുമ്പോൾ നമ്മുടെ ബോഡിയിൽ അതൊരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബോഡിയുടെ ഫ്രണ്ടിലോട്ടുള്ള മോഷനെ ആ ഫോഴ്സ് ഒന്ന് സ്ലോ ഡൗൺ ചെയ്യും. മനസ്സിലായോ? സേഫ്റ്റി ബെൽറ്റ് നമ്മുടെ ബോഡിയിൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ആ ഫോഴ്സ് നമ്മുടെ ബോഡിയിൽ ഫ്രണ്ടിലേക്ക് പോകുന്നതിനെ സ്ലോ ഡൗൺ ചെയ്യും. അപ്പോൾ അത്ര സ്പീഡിൽ നമ്മൾ മുന്നോട്ടാനും പോവില്ല, ഫ്രണ്ടിൽ ചെന്ന് ഇടിക്കില്ല, അങ്ങനെ ഇഞ്ചുറി ഒഴിവാക്കാം. അപ്പോൾ ഈ ഏരിയയിൽ നിന്ന് വരാവുന്ന 2 ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ജസ്റ്റ് ഇനേർഷ്യക്ക് ഒരു എക്സാമ്പിൾ ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു കാറിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുക, ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ പോകുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് ചോദിക്കാം. പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇടുമ്പോൾ ഫ്രണ്ടിലോട്ട് പോകുന്നത് എന്തുകൊണ്ടാണ്, വൈ എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. അല്ലെങ്കിൽ സേഫ്റ്റി ബെൽറ്റ്സ് യൂസ് ചെയ്യണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കാം. എല്ലാത്തിനുള്ള റീസൺ നമ്മളിപ്പോൾ പറഞ്ഞതാണ്, എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. പിന്നെ ഇനേർഷ്യക്ക് ഒരു സെക്കൻഡ് എക്സാമ്പിൾ ആണ്. നമ്മൾ എല്ലാവരും ബസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ടാവും ഇല്ലേ? നിർത്തിയിട്ടിരിക്കുന്ന ബസ്സിൽ നമ്മൾ കയറി, ബസ്സിൽ സീറ്റൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യും? അവിടെ ഇങ്ങനെ ബസ്സിൽ കമ്പിമ്മൽ പിടിച്ച് ഇങ്ങനെ നിൽക്കും. പെട്ടെന്ന് നമ്മൾ കുറേ നേരം ഇങ്ങനെ ബസ്സിൽ ഇങ്ങനെ സ്റ്റില്ലായിട്ട് നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഡ്രൈവർ ബസ് എടുത്തു. നമ്മളിങ്ങനെ അനങ്ങാണ്ട് നിൽക്കും ഇല്ല, നമ്മളൊന്ന് ഷേക്ക് ചെയ്യും ഇല്ലേ? അതെന്തുകൊണ്ടാവും? ബസ് മുന്നോട്ട് എടുക്കും, നമ്മളെങ്ങോട്ടാ പോവാ? നമ്മളിങ്ങനെ ഒന്ന് ബാക്കിലേക്കായും. അതെന്തുകൊണ്ടാവും? നമ്മൾ അനങ്ങാതെ നിൽക്കുകയല്ലായിരുന്നു ബസ്സിൽ, അതായത് നമ്മുടെ ബോഡി റെസ്റ്റിലായിരുന്നു. പെട്ടെന്ന് ഡ്രൈവർ ബസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ബസ് ഫ്രണ്ടിലേക്ക് പോവുമല്ലേ? ബസ് ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ നമ്മളുടെ ബോഡി അതിനനുസരിച്ച് ഫ്രണ്ടിലേക്ക് പോകും. അതായത് ബസ് മൂവ് ചെയ്യുമ്പോൾ ബസ്സിൽ നിൽക്കുന്ന നമ്മളുടെ ബോഡി മൂവ് ചെയ്യും. പക്ഷെ അത്രയും നേരം റെസ്റ്റിലായിരുന്നത് കൊണ്ട്, അത്രയും നേരം അനങ്ങാതെ നിന്നിരുന്നത് കൊണ്ട് നമ്മുടെ ബോഡിക്ക് റെസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അതായത് മൂവ് ചെയ്യാൻ, ബസ്സിൻ്റെ ഒപ്പം മൂവ് ചെയ്യാൻ നമ്മുടെ ബോഡി ഒന്ന് എതിർക്കും, ഒന്ന് റെസിസ്റ്റ് ചെയ്യും. ആ റെസ്റ്റിൽ തന്നെ നിൽക്കാനുള്ള നമ്മുടെ ബോഡിയുടെ ടെൻഡൻസിയുടെ ഭാഗം, അതായത് നമ്മുടെ ബോഡിയുടെ ഇനേർഷ്യ. അതുകൊണ്ടാണ് ബസ് സ്റ്റാർട്ട് ചെയ്ത് ബസ് ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ നമ്മളൊന്ന് ബാക്കിലേക്ക് പോകുന്നത്, നമ്മുടെ ബോഡി ഒന്ന് ബാക്കിലേക്ക് ഷേക്ക് ചെയ്യുന്നത് അതുകൊണ്ടാണ്. ദാറ്റ് ഈസ് ഓൾസോ ബിക്കോസ് ഓഫ് ഇനേർഷ്യ. ഇനേർഷ്യക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ കാണുന്ന വേറെ 2 എക്സാമ്പിൾസും കൂടി പറയാം. ഇതും എക്സാമിൽ ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. ഈ ഒരു സിറ്റുവേഷൻ തരും, എന്നിട്ട് വൈ എന്ന് പറഞ്ഞ് ചോദിക്കും. അതായത് ഈ ഹൈ റേഞ്ചിലൊക്കെ നമ്മൾ ടൂറൊക്കെ പോകുമ്പോൾ, മൂന്നാറിലോ ഊട്ടിയിലോ അങ്ങനെയൊക്കെ നമ്മൾ ഹൈ റേഞ്ചിൽ ടൂറൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഷാർപ്പ് ടേൺസ് ഉണ്ടാവും അല്ലേ? റോഡ് ഇങ്ങനെ പിൻ പോലെ ഇങ്ങനെ വളഞ്ഞ ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കാർ ഇങ്ങനെ ഷാർപ്പ് ടേൺ എടുക്കുമ്പോൾ എന്ത് പറ്റും? നമ്മൾ കാറിൻ്റെ ഒരു സൈഡിലോട്ട് ഇങ്ങനെ പോകും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാറ് ഒരു ഷാർപ്പായിട്ടുള്ള വളവിൽ കൂടിയാണ് പോകുന്നത്. കാർ ഇങ്ങനെ വളയുമെങ്കിൽ നമ്മൾ അല്ലേ ഒരു എൻഡിലോട്ട് ഇങ്ങനെ ഒന്ന് ചായും. അതിൻ്റെ റീസണും എന്താ? ഇനേർഷ്യയാണ്. അതുപോലെ തന്നെ ക്യാരംസ് കളിച്ചിട്ടുണ്ടോ നിങ്ങൾ അല്ലേ? ആ ക്യാരം ബോർഡ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ക്യാരം ബോർഡിൽ നമ്മൾ കളിച്ചു തുടങ്ങുമ്പോൾ തന്നെ എല്ലാ കോയിനും ഇങ്ങനെ അടുക്കി പൈലായിട്ട് വെക്കും അല്ലേ? ഏറ്റവും അടിയിൽ റെഡ് വെച്ചിട്ട് നമ്മൾ ഏറ്റവും താഴത്തെ കോയിൻ നമ്മളിങ്ങനെ ഹിറ്റ് ചെയ്യാൻ ക്യാരം നമ്മുടെ സ്ട്രൈക്കർ വെച്ചിട്ട് നല്ല സ്പീഡിൽ ഇങ്ങനെ ഹിറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും താഴത്തെ മാത്രമേ തെറിച്ചു പോവുള്ളൂ, മേലത്തെ പൈൽ അതുപോലെ നിൽക്കും. അടിക്കേണ്ട പോലെ അടിച്ചില്ലെങ്കിൽ മൊത്തം ചിന്തിച്ചെതിറി പോകും. ക്യാരംസ് ശരിക്കും കളിക്കുമ്പോഴത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ പൈലായിട്ട് അടക്കി വെച്ചിട്ട് നമ്മളിങ്ങനെ സ്ട്രൈക്കർ കൊണ്ട് ഒരൊറ്റ അടി നല്ല ഫോക്കസ് ചെയ്ത് അടിയിലെ കോയിന്മേൽക്ക് മാത്രം ഫോക്കസ് ചെയ്ത് ഒറ്റ അടി അടിച്ചാൽ എന്ത് പറ്റും? അത് നീങ്ങും. അടിക്കുന്നത് അതിൻ്റെ രീതിക്കാണെങ്കിൽ പോയി പോക്കറ്റിൽ വീഴുകയും ചെയ്യും. മേലത്തെ പൈല് അതുപോലെ തന്നെ നിൽക്കും അല്ലേ? അതിൻ്റെ റീസൺ എന്താ? ഇനേർഷ്യയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ 4 എക്സാമ്പിൾസും ഇനേർഷ്യക്ക് എക്സാമ്പിൾസ് ആണ്. ഇനി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് നമ്മൾ നോക്കുന്നത്, ഇനേർഷ്യ ആൻഡ് മാസ്. എക്സാമിന് ചോദിക്കാവുന്നതാണ്. വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇനേർഷ്യ ആൻഡ് മാസ്? ഞാനൊരു എക്സാമ്പിൾ സഹിതം പറഞ്ഞുതരാം. കാരണം ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴും ഇനേർഷ്യ മാസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒരു എക്സാമ്പിൾ വെച്ച് ഇല്ലസ്ട്രേറ്റ് ചെയ്യാൻ പറയാം. ഇനി എക്സാമ്പിൾ എടുത്ത് ചോദിച്ചിട്ടില്ലെങ്കിലും അധികം മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ എന്താ ഒരു 3 മാർക്കോ അവിടെ നിന്ന് അങ്ങോട്ട് 5 മാർക്കോ ഒക്കെ ഉള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ എക്സാമ്പിൾ പറയാം. 3 മാർക്കിൻ്റെ ആണെങ്കിൽ ജസ്റ്റ് സ്പെസിഫൈ ചെയ്യാം. 5 മാർക്കിൻ്റെ ആണെങ്കിൽ എക്സാമ്പിൾ ഒന്ന് നീട്ടിപ്പരത്തുകയെന്ന് വെച്ചാൽ അനാവശ്യമായ കാര്യങ്ങൾ എഴുതിയിട്ടല്ല, നമ്മുടെ പോയിന്റ്സ് തന്നെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. 5 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആകുമ്പോൾ കഴിയുമെങ്കിൽ 2 എക്സാമ്പിൾ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പോഴാണ് അപ്പോൾ നമുക്ക് ഫുൾ മാർക്ക് കിട്ടുക. കാരണം നിങ്ങൾ 9th സ്റ്റാൻഡേർഡിലെ എക്സാമിൻ്റെ ഒരു പാറ്റേൺ ഫോളോ ചെയ്യണം. കാരണം അടുത്ത വർഷം 10th ബോർഡ് എക്സാം എഴുതേണ്ട കുട്ടികളാണ്. ബോർഡ് എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാൻ ഇങ്ങനെയാണ്. 3 മാർക്ക് ക്വസ്റ്റ്യൻ ആകുമ്പോൾ ഒരു എക്സാമ്പിൾ സ്പെസിഫൈ ചെയ്യണം. 5 മാർക്ക് ക്വസ്റ്റ്യൻ ആകുമ്പോൾ
കഴിയുമെങ്കിൽ 2 എക്സാമ്പിൾസും അതിൻ്റെ എക്സ്പ്ലനേഷൻ വേണം. അപ്പോൾ 10th ബോർഡ് എക്സാമിന് പ്രാക്ടീസ് ചെയ്യുന്ന രീതിയിലാണ് നിങ്ങൾ 9th സ്റ്റാൻഡേർഡിലെ എക്സാം എഴുതി പോകേണ്ടത്. അപ്പോൾ മാർക്ക് സ്കോർ ചെയ്യുന്ന ഒരു രീതിയാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇനേർഷ്യയും മാസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഒരു എംപ്റ്റി കാർഡ്ബോർഡ് ബോക്സ് എടുത്തു, അതൊന്ന് പുഷ് ചെയ്യാൻ എന്ത് പറ്റും? നിങ്ങൾ ഒറ്റ തള്ളു തള്ളുമ്പോഴേക്കും ഈ പെട്ടി അങ്ങോട്ട് നീങ്ങും അല്ലേ? പക്ഷേ നിങ്ങൾ ഈ കാർഡ്ബോർഡ് ബോക്സ് നിറയെ നിങ്ങളുടെ പഴയ ബുക്സൊക്കെ അടക്കി വെച്ചു, അല്ലെങ്കിൽ പഴയ എന്തെങ്കിലും സാധനങ്ങൾ നല്ല വെയിറ്റ് ഉള്ളത് നിറയെ അടക്കി വെച്ചു. അതിനുശേഷം ഈ കാർഡ്ബോർഡ് ബോക്സ് നിങ്ങളൊന്ന് തള്ളിയാൽ എളുപ്പത്തിന് മൂവ് ചെയ്യോ? ഇല്ല. അപ്പോൾ ആദ്യത്തെ ബോക്സ്, അതായത് ഒന്നുമില്ലാത്ത എംപ്റ്റി ബോക്സ്, അത് റെസ്റ്റിലായിരുന്നു. പക്ഷെ നമ്മൾ അത് പുഷ് ചെയ്തപ്പോൾ പെട്ടെന്ന് നീങ്ങി. അപ്പോൾ അതിന് ഇനേർഷ്യ കുറവല്ലേ? ഇനേർഷ്യ കുറവാണെങ്കിൽ അത് ആ റെസ്റ്റിൽ തന്നെ നിൽക്കണ്ടേ? നമ്മൾ തള്ളിയപ്പോൾ പെട്ടെന്ന് നീങ്ങി. അപ്പോൾ അതായത് അതിന് ഇനേർഷ്യ കുറവാണ്. അതിന് ഈ എംപ്റ്റി ബോക്സ് ആണല്ലോ, അപ്പോൾ അതിന് മാസ് കുറവാണ്. അപ്പോൾ മാസ് കുറഞ്ഞ ഒരു ഒബ്ജക്റ്റ് നമ്മൾ തള്ളുമ്പോൾ പെട്ടെന്ന് നീങ്ങുന്നുണ്ട്, അത് അധികം ഇനേർഷ്യ കാണിക്കുന്നില്ല. ഇനി ഞാൻ ആ കാർഡ്ബോർഡ് ബോക്സ് നിറച്ച് വലിയ ബുക്കുകളൊക്കെ വെച്ച് നിറച്ച് അതിനുശേഷം പുഷ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നീങ്ങും? ഇല്ല. കാരണം എന്താ? അത് റെസ്റ്റിലാണ് ഇരിക്കുന്നത്. റെസ്റ്റിൽ തന്നെ ഇരിക്കാനുള്ള ഒരു ടെൻഡൻസി അതിനുണ്ട്. നമ്മൾ പുഷ് ചെയ്യുമ്പോൾ എളുപ്പം നീങ്ങുന്നില്ല, അതായത് അതിന് ഇനേർഷ്യ ഉണ്ട് അല്ലേ? അപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? കാർഡ്ബോർഡിൽ നിറച്ച് ബുക്ക് നിറച്ചപ്പോൾ അതിന് മാസ് കൂടിയപ്പോൾ നമ്മൾ തള്ളിയപ്പോൾ പെട്ടെന്ന് നീങ്ങുന്നില്ല, അതായത് അത് അതിൻ്റെ സ്റ്റേറ്റിൽ തന്നെ നിൽക്കാനുള്ള ടെൻഡൻസി കാണിക്കുന്നു, ഇനേർഷ്യ കൂടുതൽ കാണിക്കുന്നു. നമ്മൾ ആദ്യം എടുത്ത എംപ്റ്റി ബോക്സിന് മാസ് കുറവായിരുന്നു, പെട്ടെന്ന് നീങ്ങി, അപ്പം ഇനേർഷ്യ കുറവാണ്. സോ നമുക്കിതിൽ നിന്ന് എന്ത് പറയാം? കൂടുതൽ മാസമുള്ള ഒബ്ജക്ട്സിന് കൂടുതൽ ഇനേർഷ്യ ഉണ്ട്, കുറവ് മാസമുള്ള ഒബ്ജക്ട്സിന് ഇനേർഷ്യ കുറവാണ് അല്ലേ? അപ്പോൾ മാസും ഇനേർഷ്യയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മനസ്സിലായോ? അതായത് അപ്പോൾ ഇത് ഒരു MCQ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, മൾട്ടിപ്പിൾ ചോയ്സിൽ ചോദിക്കാം. അതായത് ഡു ഓൾ ഒബ്ജക്ട്സ് ഷോ സെയിം ഇനേർഷ്യ? ആണോ? എല്ലാ ഒബ്ജക്ട്സും, എല്ലാ ബോഡിയും സെയിം ഇനേർഷ്യ ആണോ കാണിക്കുന്നത്? അല്ല. ഇനേർഷ്യ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ഒരു ഒബ്ജക്റ്റിന്റെ മാസിനെ. ഒരു ഒബ്ജക്റ്റിന് കൂടുതൽ മാസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇനേർഷ്യ ഹയർ ആയിരിക്കും, മാസ് കുറവാണെങ്കിൽ ഇനേർഷ്യ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനേർഷ്യയും മാസും തമ്മിൽ ഈ ഒരു റിലേഷൻഷിപ്പ് പറയാം, ഈ ഒരു എക്സാമ്പിൾ പറയാം. എന്നിട്ട് പറയാം ഇനേർഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിന്റെ നാച്ചുറൽ ടെൻഡൻസിയാണ്. എന്തിന്? അതിന്റെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിൽ അല്ലെങ്കിൽ മോഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ടെൻഡൻസിനെയാണ് ഇനേർഷ്യ എന്ന് പറയാം. ഇനേർഷ്യ കൂടുതലുള്ളത് ഏതിനാ? മാസ് കൂടുതലുള്ള ഒബ്ജക്റ്റിനാണ് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? ദ മാസ് ഓഫ് എൻ ഒബ്ജക്ട് ഇസ് എ മെഷർ ഓഫ് ഇറ്റ്സ് ഇനേർഷ്യ. കാരണം എന്താ? ഒരു ഒബ്ജക്റ്റിന് കൂടുതൽ മാസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അതിന് ഇനേർഷ്യ കൂടുതലാണെന്ന്. ഒരു ഒബ്ജക്റ്റിന് കുറവ് മാസ് ആണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ആ ഒബ്ജക്റ്റിന് ഇനേർഷ്യ കുറവാണെന്ന്. അപ്പൊ മാസ് നോക്കിയിട്ട് ഒരു ഒബ്ജക്റ്റിന്റെ ഇനേർഷ്യ പറയാം. ദാറ്റ് മീൻസ് ദ മാസ് ഓഫ് എൻ ഒബ്ജക്ട് ഇസ് എ മെഷർ ഓഫ് ഇറ്റ്സ് ഇനേർഷ്യ. ഈ രണ്ട് സെന്റൻസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മാസും ഇനേർഷ്യയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മനസ്സിലായോ? അപ്പോൾ ഇന്ന് നമ്മൾ എന്തെല്ലാം പഠിച്ചു? ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ പഠിച്ചു, ഇനേർഷ്യ എന്താണെന്ന് പഠിച്ചു. അതിന് എക്സാമ്പിൾ, അതായത് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എക്സാമ്പിൾ ചോദിച്ചാലും ഇനേർഷ്യക്ക് എക്സാമ്പിൾ ചോദിച്ചാലും സെയിം ആണ് പറയുക. അപ്പം അതിൻ്റെ എക്സാമ്പിൾസ് പഠിച്ചു. പിന്നെ നമ്മൾ ഇനേർഷ്യയും മാസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിച്ചു, അതിനൊരു എക്സാമ്പിൾ പഠിച്ചു അല്ലേ? ഇനേർഷ്യക്ക് നമ്മൾ 4 എക്സാമ്പിൾസ് പഠിച്ചിരുന്നു അല്ലേ? 4 അതിൽ കൂടുതൽ എക്സാമ്പിൾസോ പഠിച്ചു. ഇമ്പോർട്ടൻ്റ് ആണ്. ഇനേർഷ്യയും മാസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നല്ലപോലെ ശ്രദ്ധിച്ച് കേൾക്കുക, ലെക്ചർ നോട്ട് എഴുതുക, ടൈം കിട്ടുമ്പോൾ ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക, കൺസെപ്റ്റ്സ് തറോ ആക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസ്സിൻ്റെ നെക്സ്റ്റ് പാർട്ട്, അതായത് സെക്കൻഡ് ലോ ഓഫ് മോഷനും തേർഡ് ലോ ഓഫ് മോഷനും ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.